പപ്പനെ ഇവിടെ കാണുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയമ്മ പനി പൂരി നമ്മൾ ഉണ്ടാക്കിയ വായട്ടി അട്ടായിട്ട് വെച്ചൂടി. എങ്ങനെയുണ്ട്? നല്ല രസം, അടിപൊളി. എങ്ങനെയുണ്ട്? പൊളി. ഒരു തൊള്ളക്കാൻ വരൂല, ചെറിയ തൊള്ള. നിങ്ങളൊക്കെ തിന്നണാദ്യം ഒന്നായിട്ടേ കണ്ടില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി പനിപൂരി. ആ പനിപൂരി ഒന്ന് നോക്കട്ടെ. പനിപൂരി ഇതാ. അപ്പൊ സംഭവം എന്തായാലും കിടുവായി അല്ലേ? നിങ്ങൾ പ്രതീക്ഷിച്ചതിനായിട്ടും അടിപൊളിയായില്ലേ? നമുക്കൊരു സാധനം കൊണ്ടുവന്നാണ്. എന്താ ആലോചിച്ചിരിക്കുന്നു? വരാത്തപ്പോ കുട്ടീനെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾക്കില്ല, എനിക്ക് വരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം. എത്ര കിലോ നമുക്ക് പൈത്ത ഇതുണ്ടാക്കാം, ശർക്കരാങ്ങ ഉണ്ടാക്കില്ലമ്മ. ഇത്ര മാങ്ങ കിട്ടുകാരന് നല്ല മധുരം ഉണ്ടാവും. സന്തോഷം. താടിമലൊക്കെ ആക്കി തിന്ന് തന്നെ. ഇഷ്ടപ്പെട്ടാൽ എന്താണ് അമ്മക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഐസ് അല്ലമ്മ. റുപ്പേക്കില്ല കേട്ടോ, ആ ചെറിയ പൈസ കല്യാണത്തിലൊക്കെ കിട്ടുക. അത് നമുക്ക് വാങ്ങാൻ കിട്ടൂല. ചെറിയ ചെറിയ പീസ് അപ്പ ഉണ്ടാക്കണം, ചൂടോടെ ഉണ്ടാക്കണം. മറ്റേ ഉണ്ടാക്കിച്ചൂട്. അത് കണ്ടില്ലേ പായസങ്ങളൊക്കെ അമ്മയും ദഹിക്കുന്ന. അപ്പൊ കുറെ നാളായി ഉമ്മയും ഇക്കയൊക്കെ പറയുന്ന ഒരു പാനിപൂരി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ആരാന്നല്ലോ, ഉമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് എന്തൊക്കെയാ ഇടേണ്ടിയെന്നുള്ള ഐറ്റംസ് ഒക്കെ ഞാനിതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ എല്ലാവരും വീട്ടിലുള്ളതാണ് ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഞാനിതാ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മളെ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുകളിൽ ഇതാ കുറച്ച് നമ്മുടെ ചപ്പൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് ഞാനിതാ ഇവിടെ ഇഞ്ചിൻ്റെ ചെറിയ പീസ്, പച്ചമുളക്, ചെറുനാരങ്ങ, ജീരകം ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പുളിയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതാ നമ്മുടെ പുതിനേൻ്റെ ഇലയും ചപ്പൊടി ഇതാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് വേണ്ട പുതിനേൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിതാ ഇഞ്ചിയും ഈ ഒരു പച്ചമുളകും അതിലേക്ക് ഇതാ ചെറുനാരകം ജസ്റ്റ് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് നമ്മുടെ പുളിയുടെ വെള്ളമില്ലേ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അതിലേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള ചട്നി ഇല്ലേ അതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അത് നല്ല രീതിയിൽ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതാ അല്പം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇതൊന്ന് നല്ല രീതിയിൽ ഇതാ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾക്ക് നേരത്തെ അടിക്കുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിതാ അടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതാ നല്ല രീതിയിൽ ഇതാ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ ഒരു പുളിയുടെ വെള്ളമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പുളിയുടെ വെള്ളം നല്ല പീഞ്ഞെടുത്തിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്. അപ്പം ഞാനിതാ കുറച്ച് നീട്ടിനുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിപൂരിൻ്റെ ഈ ഒരു പൂരി ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. നമുക്കിത് എണ്ണയിൽ ജസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു എക്സ്പോക്ക് പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇത് ഉമ്മ വാങ്ങിയ ടൈമിൽ ഇത് ഇത്ര തന്നെ പൊങ്ങൂല എന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഒരു തരത്തിലും ഇത് തണുത്ത് പോകുന്നൊന്നുമില്ല, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ പലചരക്ക് കടയിലൊക്കെ ഉണ്ടാവും, അവിടുന്ന് വാങ്ങിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തത് ഫില്ലിംഗ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇക്കതാ ഇവിടെ ഫില്ലിങ്ങിന് ഇരിക്കാൻ പോവുകയാണ്. ഫില്ലിങ് തന്നെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്ക തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഓൾസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിതാ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല മക്കളെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളെ വീട്ടിലുള്ള
കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി ടേസ്റ്റി പാനിപൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഇതാ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മസാല അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിയിഞ്ചി ഉണ്ടാക്കിയത് ആഡ് ചെയ്തെടുത്ത്, പിന്നെ നമ്മളെ ഗ്രീൻ ചട്നിയുടെ ആഡ് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാട്ടോ. അപ്പോൾ ഈ ഒരു പൂരി എന്ന് പറയുന്നത് നല്ല ക്രിസ്പിയാണ്. നോർമലി നമ്മൾ പൂരി ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക്കാണ്, നമുക്ക് ഉണ്ടാക്കാനുള്ള മൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ പോലെ. ഇതുപോലത്തെ പൂരിക്ക് വലിയ റൈറ്റ് ഇല്ല, അത് വാങ്ങിച്ചിട്ട് നമുക്കിതാ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പിയാണ്. അട്ടായിട്ട് വെച്ചൂടി. എങ്ങനെയുണ്ട്? രസം അടിപൊളി. എങ്ങനെയുണ്ട് പൊളി? എന്റെ ഒരു തൊള്ളക്കാൻ വരൂല, ചെറിയ തൊള്ള. നിങ്ങളൊക്കെ തിന്നാദ്യം ഒന്നായിട്ടേ കണ്ടില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി പാനിപൂരി. ആ പാനിപൂരി ഒന്ന് നോക്കട്ടെ. പാനിപൂരി ഇതാ നമ്മളിതാ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത അമ്മക്ക് ഇതാ ഒരു പൊരിയുടെ ആക്കി ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ അതിന്റെ രസം കൊണ്ട് വീണ്ടും ഇതാ ഉമ്മ കഴിക്കുന്നത് പാനിപൂരി. എത്ര വാങ്ങിന്? 6 പീസിനോ 40 രൂപ. എന്താ കുട്ടി എന്നിട്ട് കേട്ടോ ഞാനോ കട്ടൻ ചായ. അപ്പൊ സംഭവം എന്തായാലും കിടുവായി അല്ലേ? നിങ്ങൾ പ്രതീക്ഷനായിട്ടൊരു അടിപൊളിയായില്ലേ? ഉമ്മാക്ക് പിന്നെ മധുരം ഉണ്ടായി അവിടെയാണല്ലോ കൈ പോവുക. അപ്പൊ നമ്മുടെ മധുരത്തിന്റെ നമ്മുടെ മധുര ശർക്കര അതുപോലെ തന്നെ നമ്മൾ പുളിവെള്ളത്തിൽക്കാണ് ആദ്യം കൈ പോയത് ഉമ്മാന്റെ. അടിപൊളി. ഇന്നത്തെ ഈവനിങ് എന്തായാലും പൊളിച്ചടുക്കി അല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെ ഞാനൊരു അടാർ ഐറ്റം കാണിക്കുന്നുണ്ട്. നമ്മൾ ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതൊക്കെ എൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാട്ടോ. ഞാൻ ഓരോന്ന് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പം ചില ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ തിരുനെല്ലിപ്പഴം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് റോബസ്റ്റ് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് വെള്ളത്തിലും പാലും മിക്സ് ചെയ്തിട്ട് ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തിട്ടുള്ളത് ബൂസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ, അപ്പം എന്നാൽ ബൂസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള ലെവലിൽ ഇതാ ഒരു പാക്ക് ബൂസ്റ്റ് പൗഡർ ഉള്ളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഓട്സാണ്. അപ്പോൾ ഇതാ ഓട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ഇത് നമ്മൾ ഈവനിങ് വ്ലോഗ് തന്നെയാണ്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നമ്മളിതാ തോട്ടത്ത് പോകാനുണ്ട്. അപ്പം നമ്മളിതാ സ്പെഷ്യലായിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാനിപൂരി, അതിന് ശേഷം ഉണ്ടാക്കിയതാണ് കേട്ടത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓട്സ് ഒന്ന് വേവാനുള്ള ടൈം വേണം, നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിതാ കണ്ടില്ല നല്ലൊരു കളറ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി ഇതിനിതാ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്യുക, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴക്ക അതല്ല ഒരു വെറൈറ്റിയാണ്. അല്ല അമ്മ രണ്ടാക്കൂടിയാ. ഒക്കെ ചായ പറഞ്ഞുതരാം. അത് നമുക്ക് ഇല്ലാതെ കഴിക്കാല്ലേ കള്ള. പപ്പനെ തിരഞ്ഞിട്ട് അസുമോൻ തൊടുക്കെ എത്തിനിട്ടാ. പക്ഷെ ആ പപ്പനെ ഇവിടെ കാണില്ല, എവിടെയാണ് അതിൻ്റെ പപ്പ ഇവിടെ ഒന്നും ഇല്ലടാ. അത് ഇതിൽ പോണോലൊക്കെ തുറന്നൊക്കെ, ഇത് തോട്ടല്ലേ. ഈ പപ്പനെ തിരഞ്ഞു എന്നിട്ട് പപ്പ ഇല്ലല്ലോ അവിടെ. പപ്പ ഇവിടെ സാധാരണ എവിടെയല്ലേ വണ്ടി കിട്ടൽ. ജസ്റ്റ് ഒന്ന് കാല് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇത് പഞ്ചായത്ത് കുളമാണ്. വെള്ളമൊക്കെ വളരെ മോശമാണ്. അസുമോൻ സ്വിമ്മിങ് പൂളിൽ ചാടാനാണ് കേട്ടോ വരുന്നത് കേട്ടോ. വല്ല കാല് വെച്ചാളാ നീർക്കോലി വരും കേട്ടോ. എനിക്കറിയില്ല, പേടിയാ.
വലിയ മഴേ ഗുഹയോ? അത് ഇതാണടാ, വെള്ളം പോണ ഓവാണ്. ഈ ചെങ്ങായിക്ക് ഒന്നും അറിയില്ല കേട്ടോ. ഓ വെള്ളം കാലിട്ടാ മതിട്ടാ. എനിക്ക് നീന്തറിയില്ല. പപ്പനെ ഇവിടെ കാണുന്നില്ല. പപ്പ എന്നിട്ട് എങ്ങോട്ട് പോണേ? ആ വീട്ടിൽ അതിന് പപ്പ വരണ്ടേ. പപ്പനെ ഇവിടെ ഇവിടെ കാണാനില്ല. ഇതാക്കല്ലേ ഡ്രസ്സ് നനക്കല്ലേ, ഡ്രസ്സ് നനക്കല്ലേട്ടാ. ഓനെന്തായാലും ചാടാ പാകത്തിന് വന്നു. പക്ഷെ അവന് നീന്തറിയില്ല. എനിക്ക് അത്രയും നീന്തറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ ജസ്റ്റ് ഊളിട്ട് പോകാറുണ്ട്. ഊളിട്ട് പോകാറുണ്ട്. ഊളാന്നല്ലേ പറയുന്നത്. നല്ല കൊതുകിൻ്റെ ശല്യമുണ്ടല്ലോ ഗൈസ്. ബ്ലഡ് പാൻറ് നനക്കണ്ട. വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ പപ്പനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ അത്ര അത്ര മതിയാനായില്ല. വേദനിച്ചൂട്. ഇലക്കെല്ലാം നനക്കാറ്, അതിൻ്റെ മരടെല്ലാം നനക്കണ്ടി. അപ്പം ഈ ഒരു വായ ഫുള്ള് നനക്കാനുള്ള ടാസ്ക് എനിക്ക് തന്നിക്ക. മേലെ തൊടുവിലുണ്ട്, ഉപ്പ ആ സൈഡിലുണ്ട്. അസുമോൻ്റെ കഴിഞ്ഞോ പോയിട്ടോ 2 വായ നനച്ചു. അത് ഇലയിലേക്ക് മേലക്കൊക്കെ നനക്കുന്നത്. അപ്പോൾ ബാക്കി ടാസ്ക് ഇതാ എനിക്ക് തന്നെയാണ്. അപ്പം ഞാനിതാ നനച്ചോണ്ടിരിക്കുകയാണ്. ഉപ്പതാ അവിടെ മേലെ തൊടുവിലുണ്ട്. അതിൻ്റെ മുകളിൽ ഇക്കിയുണ്ട് കേട്ടോ. വിയലട്ടോ. അപ്പം നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ പുതിയ വന്ന അപ്ഡേഷൻ്റെ വീഡിയോ ഇടാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ പുതിയ അപ്ഡേഷൻ വന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തിപ്പോൾ സ്റ്റോക്കുള്ള 2-3 ഐറ്റംസ് ഓൾറെഡി കാണിച്ചു, ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ റോസ്പെറ്റിൽ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് ഓർഡർ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി പാർട്ടി വെയർ കളക്ഷനൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ പ്രോഗ്രാമിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലെ കളക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ.
ടൈപ്പിൽ വന്ന പുതിയ കളക്ഷനാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷനാണ്, നല്ല കളേഴ്സ് ചാർട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതാ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണിൽ വന്നിട്ടുണ്ട്. നല്ല ബെൽറ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഗൗണാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല പാർട്ടി വെയർ ഗൗൺ ഉണ്ടോ എന്ന്, ലോങ് ടൈപ്പിലുള്ള. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റോൺ വർക്കൊക്കെ വരുന്നൊരു ഹെവി ആയിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ എടുക്കുക, കാരണം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഈ ഒരു ഗൗണൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത്. തൽക്കാലം നമ്മൾ വീഡിയോ അങ്ങനെ ഇത് കണ്ടതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.